സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരം മലയാളി വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. അച്ഛന്റെ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ആ പരാതി നൽകിയ സഖാത്തിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളും വിവരങ്ങളുമാണ് മലയാളി വാർത്തയിലോടുകൂടി ആ അച്ഛൻ പുറത്തേക്ക് വിട്ടത്. ഇപ്പോഴിതാ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ CBI അന്വേഷണം പോലും എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യങ്ങൾ വരികയാണ്. സിദ്ധാർത്ഥൻ കൊലക്കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. CBI അന്വേഷണത്തിനെത്താൻ വൈകുന്നതാണ് ഇതിന് പ്രധാന കാരണം. അച്ഛനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വെള്ളിയാഴ്ചയോടുകൂടി ഡൽഹിയിൽ നിന്നും പേപ്പറെല്ലാം തന്നെ സാങ്ഷനായി വരും എന്നാണ്. എന്നാൽ അതിലും ഇപ്പോൾ കൃത്യമായ വിവരം ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അതിനിടെ പൂക്കോട് വെറ്ററിനറി കോളേജിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളും. പൂക്കോട് കോളേജിൽ റാഗിംഗ് നടത്തി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കൊന്ന വിവരം പുറം ലോകത്ത് എത്തിച്ച 2 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത്. ജമ്മു കാശ്മീരുകാരനും ഇടുക്കിക്കാരനുമാണ് കോളേജിൽ നിന്നും പുറത്തായത്. എന്തിനാണ് പുറത്താക്കിയത് എന്ന് ഇതുവരെയും വ്യക്തവുമല്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതിവേഗ അന്വേഷണത്തിന് CBIക്ക് കേസ് കൈമാറിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു. ഇത് കുടുംബത്തിനും നൽകി. എന്നാൽ CBIക്ക് ഈ ഉത്തരവ് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേസ് അന്വേഷിക്കാനും കഴിയുന്നില്ല. ഇതോടെ തെളിവ് നശീകരണത്തിന് കോളേജിലുള്ളവർ കൂടുതൽ അവസരം കിട്ടുന്നു. അതിനിടെയാണ് 2 കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്ന ആക്ഷേപം ചർച്ചകളിൽ എത്തുന്നത്. പുറം നാട്ടിലുള്ള 2 കുട്ടികളാണ് മകനുണ്ടായ ഈ ദുരന്ത വാർത്ത തങ്ങളെ അറിയിച്ചതെന്നാണ് മാതാപിതാക്കൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മലയാളികളായതോ അല്ലെങ്കിൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഉറ്റ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നില്ല എന്ന് കുടുംബം നേരത്തെയും ആക്ഷേപിച്ചിരുന്നു. ആ പുറനാട്ടിലുള്ള 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പൂക്കോടേക്ക് UGCയുടെ റാങ്കിംഗ് സമിതിയെ കോളേജിൽ കൊണ്ടുവന്നത് ഇവരുടെ ഇടപെടലായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ കുട്ടികളെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് കാരണമാണ് കോളേജിലെ ഡീനിനും മറ്റും സസ്പെൻഡ് നേരിടേണ്ടി വന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ ആത്മഹത്യയാക്കാൻ കൂട്ടുനിന്നവരായിരുന്നു ഇവരെന്നും പറയുന്നു. ഇതിന് പ്രതികാരമാണ് സസ്പെൻഷൻ എന്നാണ് സൂചന. ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതിയും നൽകി. CBI അന്വേഷണം വൈകിപ്പിക്കുവാനും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. CBIക്ക് കേസ് വിട്ടത് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ്. അതിവേഗം ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ഇതോടെ പ്രതിഷേധവും തീർന്നു. ഇതിനുശേഷം CBIയിൽ നിന്നും കുടുംബത്തെ ആരും ബന്ധപ്പെട്ടില്ല. തുടർന്ന് അവർ അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പോഴാണ് ഉത്തരവ് CBI ഓഫീസിലൊന്നും കിട്ടിയിട്ടില്ല എന്ന കുടുംബം മനസ്സിലാക്കിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഡൽഹിയിൽ നിന്ന് പേപ്പർ സാങ്ഷനായ നടക്കമുള്ള വിവരം ആദ്യം വന്നുവെങ്കിലും ഇപ്പോൾ CBI ഓഫീസിലൊന്നും തന്നെ ഈ റിപ്പോർട്ടുകളിൽ ഈ ഉത്തരവൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം വരുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും ആരോപണമുണ്ട്. സിദ്ധാർത്ഥന്റെ കൊലപാതകം CBIക്ക് കൈമാറിയതോടെ പോലീസ് അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിച്ച മട്ടിലാണ്. കേസ് CBI ഏറ്റെടുത്ത ശേഷം ഈ കേസിൽ ഉൾപ്പെട്ട 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ എല്ലാ പ്രതികളെയും പിടികൂടി എന്ന നിലപാടാണ് പോലീസ്. തുടർന്ന് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടുമില്ല.